നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ചലാൻ നമ്മൾ റോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് GSTയിൽ നമ്മൾ റോങ് ആയിട്ട് ചലാൻ ക്രിയേറ്റ് ചെയ്താൽ നമുക്കത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ടാക്സ് അടക്കുന്നതിന് പകരം നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ ടാക്സ് അടച്ചു. ആ ഒരു ക്യാഷ് ലെഡ്ജറിൽ വന്ന ബാലൻസ് നമുക്ക് നമ്മുടെ ടാക്സിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഏതിലേക്കാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിലേക്ക് എങ്ങനെ ആ ചലാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ അപ്പുറത്ത് കാണാൻ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ലെഡ്ജേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ലെഡ്ജേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജിലേക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളെ ക്യാഷ് ബാലൻസ് എത്രയാണെന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നേരെ താഴെയായിട്ട് നമുക്ക് കാണാം ഫയൽ GST PMT 094 ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് വിത്ത് സെയിം GST. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് സെയിം GST ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചലാൻ നമുക്ക് മറ്റുള്ള GSTയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ക്യാഷ് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് സെയിം GST തന്നെ നമുക്ക് റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചലാൻ ക്രിയേറ്റ് ചെയ്ത് റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫയൽ GST PMT 09 എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നേരെ താഴോട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാം ടാക്സ് ആയിട്ട് നമുക്ക് 38,838 ഉണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു ടാക്സ് എമൗണ്ട് നമുക്ക് വേണമെന്നെങ്കിൽ ലേറ്റ് ഫീലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ പെനാൽറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ താഴോട്ട് വരിക. ഇവിടെ നമുക്ക് കാണാം ട്രാൻസ്ഫർ എമൗണ്ട് ഫ്രം എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ടാക്സ് എമൗണ്ട് കിടക്കുന്നത് ടാക്സിലാണ് കിടക്കുന്നത്, ഇൻട്രസ്റ്റിലില്ല. ലേറ്റ് ഫീൽ ഒരു 100 എമൗണ്ട് കിടക്കുന്നുണ്ട്, 100 ഇൻഡിക്കേറ്റഡ്, സെൻട്രലിൽ 100, അങ്ങനെ 300 രൂപ ലേറ്റ് ഫീൽ കിടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ടില്ല. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ഇൻട്രസ്റ്റിലേക്കാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നേരെ താഴോട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ IGSTയിലെ എമൗണ്ട് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ IGST സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ടാക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഓട്ടോമാറ്റിക് ചെയ്യും, അതായത് നമുക്ക് അവൈലബിൾ എമൗണ്ട് അവിടെ കാണും. ഇത് നമുക്ക് ഇനി CGSTയിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് ഒരു അതായത് ഒരു 1000 രൂപ മാറ്റുകയാണെങ്കിൽ ഇവിടെ 1000 കാണിക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ ആഡ് കാണിക്കുക. എന്നിട്ട് SGST നമുക്ക് അതുപോലെ കാണിക്കുക. ഇവിടെ ആദ്യം നമ്മൾ CGSTയിലേക്ക് 1000 കാണിച്ചു, ഇവിടെ സേവ് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും IGST സെലക്ട് ചെയ്യുക, ടാക്സ് എന്നുള്ള ഹെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു 1000 കുറഞ്ഞതിൻ്റെ ബാലൻസ് ആവും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ SGSTയിലേക്ക് നമ്മൾ ആ ഒരു 1000 നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് 1000 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ചെയ്യുക, ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം, അതായത് നമ്മൾ IGSTയുടെ ടാക്സ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, CGST അതുപോലെ SGSTയിലേക്ക് എമൗണ്ട് 2000 രൂപ മാറ്റാണ്. എന്നിട്ട് ഇവിടെ പ്രൊസീഡ് ഫയൽ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, EVC വെച്ചിട്ടോ അല്ലെങ്കിൽ DSC വെച്ചിട്ടോ നിങ്ങൾക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചലാൻ എങ്ങനെ മോഡിഫൈ ചെയ്യേണ്ട കാര്യം മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.